കാർഷിക വാർത്തകൾ. വെളിച്ചെണ്ണയ്ക്ക് തകർപ്പൻ വില. ഏഷ്യൻ മാർക്കറ്റുകളിൽ റബ്ബർ വില താഴ്ന്നു. സംസ്ഥാനത്ത് പകൽ ചൂട് കാരണം ടാപ്പിംഗ് കുറഞ്ഞതിനാൽ റബ്ബർ വരവ് ഗണ്യമായി കുറഞ്ഞു. വെളിച്ചെണ്ണയ്ക്ക് തകർപ്പൻ മുന്നേറ്റം. കൊച്ചിയിൽ വില ക്വിന്റലിന് 200 രൂപ വർദ്ധിച്ച് 23,100 കയറി. എന്നാൽ കൊപ്രവില 100 രൂപ മാത്രമാണ് ഉയർന്നത്. നിലവിൽ കൊപ്രയ്ക്കും പച്ചതേങ്ങയ്ക്കും ക്ഷാമമുണ്ട്. വ്യവസായികളുടെ കണക്കുകൂട്ടലിനൊത്ത് ചരക്ക് സംഭരിക്കാൻ മില്ലുകാർ ക്ലേശിക്കുകയാണ്. സത്ത് നിർമ്മാതാക്കളെ ലക്ഷ്യമാക്കി ശ്രീലങ്ക മൂപ്പ് കുറഞ്ഞതും എണ്ണയുടെ അംശം ഉയർന്നതുമായ കുരുമുളക് ലഭ്യമാക്കി തുടങ്ങി. രാജ്യത്തെ ഒലിയോറസിൻ വ്യവസായികൾക്ക് ആവശ്യമായ ലൈറ്റ് പെപ്പറിൽ വലിയ പങ്കും ഇറക്കുമതിയാണ്. തെക്കൻ കേരളത്തിൽ നിന്നുള്ള മൂപ്പ് കുറഞ്ഞ മുളകിലും എണ്ണയുടെ അംശം കൂടുതലാണ്. സീസൺ ആരംഭത്തിൽ തന്നെ വ്യവസായികൾ കാർഷിക മേഖലകളിൽ നിന്നും നേരിട്ട് ചരക്ക് സംഭരിക്കുകയാണ് പതിവ്. അന്താരാഷ്ട്ര വിപണിയിലെ കുരുമുളക് ക്ഷാമം മുൻനിർത്തി ഇന്തോനേഷ്യ അവരുടെ മുളക് വില ടണ്ണിന് $7,700 ഉയർത്തി. ഇന്ത്യൻ നിരക്ക് ടണ്ണിന് $7,900. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് വില 700 രൂപ ഉയർന്ന് 67,900 രൂപയായി. ഓഫ് സീസണായതിനാൽ സംസ്ഥാനത്തെ വിപണികളിൽ റബ്ബർ വരവ് ഗണ്യമായി കുറഞ്ഞു. ഉയർന്ന പകൽ ചൂട് മൂലം ഒട്ടുമിക്ക ഭാഗങ്ങളിലും കർഷകർ റബ്ബർ ടാപ്പിംഗിൽ നിന്നും ഇതിനകം പിൻവലിഞ്ഞു. ടയർ നിർമ്മാതാക്കൾ 4ാം ഗ്രേഡ് ഷീറ്റ് 19,300 രൂപ പ്രകാരം ശേഖരിച്ചു. ചെറുകിട വ്യവസായികൾ 19,000 രൂപയാണ് 5ാം ഗ്രേഡിന് വാഗ്ദാനം ചെയ്തത്. ഇതിനിടയിൽ ഏഷ്യൻ മാർക്കറ്റുകളിൽ റബ്ബർ വില താഴ്ന്നു. അമേരിക്കൻ ഇറക്കുമതി തീരുവ വിഷയം മുൻനിർത്തി ചൈനീസ് വ്യവസായികളുടെ പിന്മാറ്റം തുടരുകയാണ്. തായ്ലാന്റ്, മലേഷ്യൻ മാർക്കറ്റുകളെയും ജപ്പാൻ, സിംഗപ്പൂർ അവധി വ്യാപാര വിപണികളെയും ഇത് സമ്മർദ്ദത്തിലാക്കി. കയറ്റുമതി മേഖലയിൽ നിന്നും ആഭ്യന്തര വാങ്ങലുകാരിൽ നിന്നും ശക്തമായ ഡിമാൻഡ് നിലനിന്നു. ഹോളി ആഘോഷങ്ങൾ മുൻനിർത്തിയുള്ള ഏലക്ക സംഭരണവും പുരോഗമിക്കുന്നു. ശരാശരി വില കിലോ 2,735 രൂപയിലും മികച്ച ഇനങ്ങൾ 3,191 രൂപയിലുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കന്നുകാലികളിൽ മൈക്രോ ചിപ്പ് ഘടിപ്പിക്കുന്ന പദ്ധതി ഏപ്രിൽ മാസത്തോടെ സംസ്ഥാന വ്യാപകമാക്കും. ഇതോടെ വാക്സിനേഷൻ, പാലിന്റെ അളവ്, ഉടമയുടെ വിവരങ്ങൾ എന്നിവ ഈ സമൃദ്ധിയുടെ ആപ്പിൽ ലഭ്യമാക്കും. ഈ പദ്ധതി പത്തനംതിട്ട ജില്ലയിൽ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. 1.5 വർഷമായി തുടർ പ്രവർത്തനമില്ലാതെ നിലച്ചിരുന്ന പദ്ധതിയാണ് വീണ്ടും നടപ്പിലാക്കുന്നത്. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചാണ് സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നത്. ഡേറ്റ എൻട്രിക്ക് ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള കാലതാമസമാണ് പദ്ധതി സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് നീണ്ടുപോകാൻ കാരണം. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ ഈ സമൃദ്ധയുടെ ഭാഗമായാണ് കന്നുകാലികൾക്ക് റേഡിയോ ഫ്രീക്വൻസി തിരിച്ചറിയൽ സംവിധാനം ഒരുക്കുന്നത്. ചിപ്പ് ഘടിപ്പിച്ച് ഡേറ്റ എൻട്രി നടത്തുന്നതോടെ കന്നുകാലികളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ലഭിക്കും. കന്നുകാലികളുടെ ചെവിയിലെ തൊലിക്കഴിയിലാണ് ചിപ്പ് സ്ഥാപിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ വളരെ കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയുള്ള അരി വികസിപ്പിച്ചു. പ്രോട്ടീന്റെ അളവ് ഈ അരിയിൽ കൂടുതലാണെന്നും പ്രമേഹ രോഗികൾക്കും കഴിക്കാമെന്നും വിദഗ്ധർ അറിയിച്ചു. ഈ അരിയിൽ പ്രോട്ടീൻ അളവ് ഏകദേശം 16%. നിലവിലുള്ള അരി ഇനങ്ങളെക്കാൾ ഇരട്ടിയാണിത്. ഇത് പ്രോട്ടീൻ കുറവുള്ള ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. അരിയിലെ കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയ്ക്കും അൾട്രാ ലോ ഗ്ലൈസമിക് സൂചികയ്ക്കും കാരണമായ ജീനുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ഫിലിപ്പീൻസ് ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ കൺസ്യൂമർ ഡ്രൈവൺ റെയിൻ ക്വാളിറ്റി ആൻഡ് ന്യൂട്രീഷൻ റിസർച്ച് യൂണിറ്റിന്റെ തലവനും ഈ കണ്ടെത്തലിന് നേതൃത്വം നൽകിയ വ്യക്തിയുമായ നെസെ ശ്രീവാസലു പറഞ്ഞു. നിലവിലുള്ള പല അരി ഇനങ്ങളിലും 70 മുതൽ 77 വരെ ഗ്ലൈസമിക് ഉണ്ടെന്ന് ശ്രീവാസലു പറഞ്ഞു. ഇത് പ്രമേഹമുള്ളവർക്ക് ആരോഗ്യകരമല്ലെന്ന് കണക്കാക്കപ്പെടുന്നു. ഏഷ്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ 101 ദശലക്ഷം ടൈപ്പ് 2 പ്രമേഹവും 130 ദശലക്ഷം പ്രീ ഡയബറ്റീസും ഉള്ളതിനാൽ പ്രമേഹത്തിന്റെ വർധനവ് ഒരു ആശങ്കയാണ്. ഇത് പരിഹരിക്കുന്നതിനായി കുറഞ്ഞ GI ഗുണങ്ങളും മെച്ചപ്പെട്ട പ്രോട്ടീൻ ഉള്ളടക്കവുമുള്ള അരി വികസിപ്പിക്കുന്നതിനായി ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിച്ചു വരികയാണ്. ഭുവനേശ്വറിൽ ഒരു പ്രത്യേക സംസ്കരണ സൗകര്യം ഉൾപ്പെടെ ഈ പോഷക ഇനങ്ങൾക്കായി ഒരു end-to-end മൂല്യ ശൃംഖല സ്ഥാപിക്കുന്നതിനായി ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒഡീഷ സർക്കാരുമായി സഹകരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്കരണ സൗകര്യത്തിൽ പരിശീലനവും സംരംഭക അവസരങ്ങളും നൽകിക്കൊണ്ട് സ്വയം സഹായ സംഘങ്ങൾ വഴി സ്ത്രീകളെ ശാക്തീകരിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. അരിയും തിനയും സംയോജിച്ച് വിവിധ പോഷക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നതിനും പദ്ധതിയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മസൂർ ദാലിന് 10% ഇറക്കുമതി തീരുവ ചുമത്താൻ സർക്കാർ. പീസ് പരിപ്പിന്റെ തീരുവരഹിത ഇറക്കുമതി മെയ് 31 വരെ നീട്ടി. ആഭ്യന്തര ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി മസൂർ ദാലിന് 10% ഇറക്കുമതി തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. പയറുവർഗ്ഗങ്ങൾക്ക് 5% അടിസ്ഥാന കസ്റ്റംസ് തീരുവയും 5% അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് സെസും മാർച്ച് 8 മുതൽ പ്രാബല്യത്തിൽ വരുത്തി. ഇതുവരെ പയറിനെ ഇറക്കുമതി തീരുവയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു.
2023 ഡിസംബറിൽ പീസ് പരിപ്പിന്റെ തീരുവരഹിത ഇറക്കുമതി സർക്കാർ ആദ്യം അനുവദിക്കുകയും പിന്നീട് ഫെബ്രുവരി 28 വരെ 3 തവണ നീട്ടുകയും ചെയ്തിരുന്നു. കണക്കുകൾ പ്രകാരം 2024 ഇറക്കുമതി ചെയ്ത 67 ലക്ഷം ടൺ പയറുവർഗ്ഗങ്ങളിൽ ഇന്ത്യയുടെ പീസ് പരിപ്പിന്റെ ഇറക്കുമതി 30 ലക്ഷം ടണ്ണാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിനെതിരെ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പരാതി നൽകിയ കർഷക സംഘടന. മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള കർഷക സംഘടനയായ ഷേത്കാരി സംഘടനയാണ് പരാതി നൽകിയത്. സർക്കാർ നടത്തുന്ന കമ്പനിയായ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് പ്രബലമായ മാർക്കറ്റ് സ്ഥാനം ദുരുപയോഗം ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. യൂറിയയ്ക്കൊപ്പം അധിക ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കർഷകരെയും വളം ഡീലർമാരെയും RCF നിർബന്ധിക്കുന്നതായി ഷേത്കാരി സംഘടനാ പ്രസിഡന്റ് രഘുനാഥ് പാട്ടീൽ നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. കനത്ത സബ്സിഡിയുള്ളതും നിയന്ത്രിതവുമായ അവശ്യ കാർഷികോൽപ്പന്നമാണ് യൂറിയ. പ്രൊഡക്ട് ടൈയിങ് അല്ലെങ്കിൽ ടാഗിംഗ് എന്നറിയപ്പെടുന്ന ഈ സമ്പ്രദായത്തിലൂടെ മത്സരവിരുദ്ധ സ്വഭാവത്തെക്കുറിച്ചും അന്യായ വിപണി നിയന്ത്രണങ്ങളെക്കുറിച്ചും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ ഇന്ത്യയുടെ വളം വ്യവസായത്തിലും അതിന്റെ നിയന്ത്രണ ചട്ടക്കൂടിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കും. ഇതിനകം തന്നെ ഉയർന്ന വളം, മറ്റ് ഉൽപ്പന്ന ചെലവിൽ ബുദ്ധിമുട്ടുന്ന പല കർഷകരും ആവശ്യമില്ലാത്തതോ താങ്ങാൻ കഴിയാത്തതോ ആയ വളങ്ങൾ വാങ്ങാൻ നിർബന്ധിതരാകുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. CCIയെ സമീപിക്കുന്നതിന് മുൻപ് വിഷയം പ്രാദേശിക ചില്ലറ വ്യാപാരികളുമായി ചർച്ച ചെയ്തതായും സംഘടന അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 194, RSS 5 191, ലാറ്റക്സ് 135, ജാതിക്ക 370, ജാതിപത്രി 1800 മുതൽ 2100 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 260, കാപ്പിക്കുരു 275, കൊക്കോ പരിപ്പ് 650, കുരുമുളക് ഗാർബിൾ 68,900, കുരുമുളക് അൺഗാർബിൾ 66,900, ഏലക്ക 2,700 മുതൽ 2,800 വരെ, വെളിച്ചെണ്ണ 23,100, കൊപ്ര 17,300, ചുക്ക് 22,500.